പൂക്കോട് കേരള വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ അമ്മ ഷീബ മരിച്ച നിതിൻ രാജിന്റെ വീട് സന്ദർശിച്ചു. നിതിന്റെ സംസ്കാരം അല്പസമയത്തിനകം നടക്കും. അതിന്റെ ദൃശ്യങ്ങളെ ഈ സിദ്ധാർത്ഥിന്റെ മാതാവ് ഷീബയ്ക്കൊപ്പം വി എസ് ശിവകുമാറുമുണ്ടോ? സുനിൽ ഐസക് കേൾക്കുന്നുണ്ടോ? 2024 ഫെബ്രുവരി 18 സിദ്ധാർത്ഥിനെ പൂക്കോട്ടെ വെറ്റിനറി സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. വലിയ ക്രൂരമായ റാഗിങ്ങിന് ഇരയാക്കപ്പെട്ടു സിദ്ധാർത്ഥ് എന്നായിരുന്നു അന്ന് ആക്ഷേപം. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ നടപടികളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും സിദ്ധാർത്ഥിന്റെ മാതാവ് ആണിപ്പോൾ ഇവിടെ നിതിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. വൈകാരികമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണുന്നത്. സ്വാഭാവികമായും സമാനമായ തരത്തിൽ നഷ്ടപ്പെട്ടുപോയ മറ്റൊരു മകനെ കാണാൻ, അവരുടെ മാതാപിതാക്കളെ കാണാനാണ് ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ മാതാവും അല്പസമയം മുമ്പ് എത്തിയത്. വി എസ് ശിവകുമാർ അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾക്കൊപ്പമാണ് അല്പസമയം മുമ്പ് സിദ്ധാർത്ഥിന്റെ മാതാവ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും അവരിവിടെ തുടരുന്നുണ്ട്. അവിടെ നിതിന്റെ മാതാപിതാക്കളെയും മറ്റും ആശ്വസിപ്പിക്കുകയാണ് അവർ. അതിനുശേഷമാണ് അവർ ഇവിടെ എത്തുന്ന സമയത്തും മുതൽ, രാവിലെ മുതൽ മൃതദേഹം എത്തിയപ്പോൾ മുതൽ വലിയ വൈകാരികമായ രംഗങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മാതാവും പിതാവും ഒപ്പം 2 സഹോദരിമാരും ഒക്കെ നെഞ്ചുപൊട്ടിക്കരയുന്ന, കരളലിയിക്കുന്ന കാഴ്ചകളായിരുന്നു ഇവിടെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ നേരത്തെയും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ +1 പഠിച്ച കുട്ടികളും അവരുടെ അധ്യാപികയും എത്തിയ സമയത്തും സമാനമായ സാഹചര്യത്തിൽ വലിയ സങ്കടകരമായ കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ മാതാവ് കൂടി എത്തിയിരിക്കുന്നത്. അവര് അതിനുശേഷം അവർ സംസാരിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് കൂടി ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. SFI അടക്കമുള്ള സംഘടനകൾ, KSU അടക്കമുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. KSU ഈ വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. SFI പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാന SC/ST കമ്മീഷൻ വിഷയത്തിൽ കേസെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് കുടുംബവും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നത്.